മാരക ലഹരി മരുന്നായ MDMAയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂട്ടാളിയും പിടിയിലായ സംഭവം മലബാറിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അടിവാരം സ്വദേശിനിയും സമൂഹമാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സുമുള്ള വ്യക്തിയുമായ ഫാത്തിമ നസ്രിൻ, കൊണ്ടോട്ടി കച്ചേരിക്കൽ സ്വദേശി PK ഷഫീഖ് എന്നിവരെയാണ് എക്സൈസ് സ്ക്വാഡും ഇന്റലിജൻസ് രഹസ്യ വിഭാഗവും ചേർന്ന് നടത്തിയ അതിസാഹസികമായ മിന്നൽ പരിശോധനയിൽ കുടുക്കിയത്. പന്തീരങ്കാവ് ടോൾ ബൂത്തിന് സമീപം വെച്ച് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. തുടക്കത്തിൽ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിശദമായ പരിശോധനയിൽ കാറിന്റെ ബോണറ്റിനുള്ളിൽ അതീവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിൽ ലഹരിമരുന്ന് കണ്ടെത്തുകയായിരുന്നു. പിടിച്ചെടുത്ത MDMAയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 3 കോടി രൂപയിലധികം വില വരുമെന്നാണ് പ്രാഥമികമായ നിഗമനം. സമീപകാലത്ത് കോഴിക്കോട് ജില്ലയിൽ എക്സൈസ് നടത്തുന്ന ഏറ്റവും വലിയ വേട്ടകളിൽ ഒന്നാണിത്. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് ഈ കൂറ്റൻ ലഹരിമരുന്ന് ശേഖരം കേരളത്തിലേക്ക് എത്തിച്ചതെന്നാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ച പ്രാഥമികമായ വിവരം. ദീർഘദൂര യാത്രകളിലൂടെ ലഹരി കടത്താൻ ഇവർ പ്രത്യേക പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നതായും സംശയിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചില്ലറ വിൽപ്പനക്കാർക്കും ലഹരി മാഫിയകൾക്കും വൻതോതിൽ മരുന്നെത്തിച്ചു നൽകുന്ന മൊത്ത കച്ചവടക്കാരാണ് പിടിയിലായതെന്നാണ് സൂചന. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഫാത്തിമ നസ്രിൻ തന്റെ ഇൻഫ്ലുവൻസർ പദവി ലഹരി ഇടപാടുകൾക്ക് മറയായി ഉപയോഗിച്ചിരുന്നോ എന്നും അന്വേഷണ സംഘം ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. പലപ്പോഴും സാധാരണക്കാരായ യാത്രക്കാരെ പോലെ അഭിനയിച്ച് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ എക്സൈസ് ഇന്റലിജൻസിന്റെ കൃത്യമായ നീക്കങ്ങളാണ് ഇത്തവണ പ്രതികളെ കുടുക്കിയത്. ഈ ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് സഹായികളെക്കുറിച്ചും ലഹരി എവിടെ നിന്നാണ് കൃത്യമായി ലഭിച്ചത് എന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ യുവതലമുറയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വൻ ലഹരി ശൃംഖലയുടെ കണ്ണികളാണ് ഇവരെന്നാണ് എക്സൈസ് വിശ്വസിക്കുന്നത്. പിടിയിലായവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അജ്മീറിലും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ജില്ലയിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കി. ആഡംബര കാറുകളും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും ലഹരിക്കടത്തിന് ആയുധമാക്കുന്ന പുതിയ രീതിയാണ് ഈ സംഭവത്തിലൂടെ പുറത്തുവരുന്നത്. അതേസമയം ഉളിയേരിയിൽ MDMAയും കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിലായി. കൊയിലാണ്ടി കാരാപ്പൊയിൽ മൂസയുടെ മകൻ ഫിറോസ്, പയ്യന്നൂർ ഹരിവിലാസം വീട്ടിൽ ശിവദാസിന്റെ മകൾ ശീതൾ എന്നിവരാണ് പിടിയിലായത്. മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ബ്ലൂ മെറിഡിയൻ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഉളിയേരിയിൽ MDMAയും കഞ്ചാവുമായി യുവാവും യുവതിയും പിടിയിലാകുമ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഉന്നം വെച്ചായിരുന്നു ഇവർ കൂടുതലും ലഹരി ഇറക്കിക്കൊണ്ടിരുന്നത്. പല അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രഹസ്യ വിവരം കിട്ടിയതും ഇവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതും.